ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെസ്റ്റി മഷ്റൂം മെഡ്ലി. പേര് വളരെ വിചിത്രമാണെങ്കിലും ആള് നമ്മുടെ കൂൺ തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് 250 ഗ്രാം കൂൺ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി 2 മീഡിയം സൈസിൽ ഒനിയൻ നമുക്ക് കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഒരു മീഡിയം ടൊമാറ്റോ അതുപോലെ തന്നെ കട്ട് ചെയ്ത് അരച്ചെടുക്കാം. ഒരു വലിയ പച്ചമുളകും 4 ഇതൾ വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും അരിഞ്ഞെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കൂൺ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും ചില്ലി പൗഡറും ടർമറിക് പൗഡറും അല്പം കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. മസാല എല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കൂണിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂടായ എണ്ണയിലേക്ക് മഷ്റൂംസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കൂൺ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണേലും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് മഷ്റൂം ഫ്രൈ ചെയ്ത് അതേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം അരച്ച സവാള നമ്മൾ ചേർത്ത് കൊടുക്കുക. സവാളയിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. സവാളയ്ക്കൊരു പച്ച മണം ഉണ്ടാവും, അത് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ എണ്ണ ചൂടായ ശേഷം അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാളയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അരച്ച് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം നമ്മൾ ഇതിലോട്ട് തന്നെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. പൊടിയുടെ പച്ചമണം എല്ലാം മാറിയ ശേഷം സവാളയും തക്കാളിയും മിശ്രിതം നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് അല്പം കറി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം.
പൊടികളും സവാളയും തക്കാളിയും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മസാല നല്ലോണം വെള്ളത്തിൽ മിക്സായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. മസാല നല്ലോണം തിളച്ച ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന ശേഷം നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. സിനമൺ പൗഡർ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ടതില്ല. നമ്മുടെ സ്വാദിഷ്ടമായ സേഫ്റ്റി മഷ്റൂം മെഡ്ലി ഇവിടെ റെഡിയായി. ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഓനിയൻ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ ഇട്ടാൽ മതി. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ആ സവോള കടിക്കാൻ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് like, share and subscribe. Thank you.